ഹലയ. വിവരങ്ങളും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു തവമബിയോ. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം. കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. പദപണവധമധ തടകന്ധാഥ ജവധയപണ് ധതാതജൻ. ഈ അവലോകനം 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുദാമബയ കമ്പനി പദപണവധമധ തടകന്ധ ഭ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ജനാതതതേന 48 സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്. 10.4. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 0.5 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.7 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ 4 പോയിന്റ് റേറ്റിംഗിനെതിരെ പദപണവധമധ അരഗന്ധാഭ. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. പദപണവധമധ പരഗംധ ആ ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. പദപണവധമഭ തദഗന്ധ 26.2% മാറ്റം കാണിച്ചു. 28.8% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം പദപണവധമട അരഗന്ധമവ മൂല്യം $216 കൂടെ 87 സെന്റ് ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $1754 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $32.3 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $178 ബില്യൺ. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക പദപണവധമധ പരഗണന ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 12.362%. പുസ്തക മൂല്യം 18.105%. ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $59.761 ബില്യൺ കടബാധ്യതയുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 185%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം 21.6 ആണ്. 30.7 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $10,018 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $12,027 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.8 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 6.7 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $76,870 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $89.71 ബില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 13%. ഉപവിഭാഗത്തിൽ ശരാശരി 21.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 18.319%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 48% കൂടുതലാണ്.
കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $2,887,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $4,279,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $133,400 ആണ്. ഉപവിഭാഗം ശരാശരി $139,200. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $123,000 ആണ്. ഉപവിഭാഗം $640,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗ് നല്ലത് 0.5 പോയിന്റ്. 1.7% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം 1.4%. സാങ്കേതിക സൂചകം ലധവ 14 കമ്പനിക്ക് 52% നിലവാരം കാണിക്കുന്നു. പദപമധമത. ഉപവിഭാഗത്തിൽ നജവ ലെവൽ 14 54%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $312 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $324 ആണ്. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ പട്ടിക നോക്കാം. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓർഡർ ടേബിളിൽ ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗുരുതഥനപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തെ അടിസ്ഥാനമാക്കി പദപവധമത അതകന്ത മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുതഥനപയ.